ആരെങ്കിലും താൻ നല്ല യുവാവായിരിക്കെ ഒരു വൃദ്ധനെ അയാളുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് ആര് ആദരിക്കുന്നുവോ ഇല്ലാ ഖയ്യദല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ കിബരി സിന്നിഹി, അവൻ വയോവൃദ്ധനാകുമ്പോ ഈ വ്യക്തി വാർദ്ധക്യദശയിലെത്തുമ്പോ ഇവനെ ആദരിക്കാനും വന്ന് ചെറുപ്പക്കാരുണ്ടാകുമെന്ന് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യഹ്യ ഇബ്നു സഈദ് റഹിമഹുല്ല പറയുന്നുണ്ട്, മന്നഹാനദാ ശൈബത്തിൻ നേരെ മറിച്ചും നമ്മൾ ഗൗരവത്തോടെ ഓർക്കണം. ഒരു വയോവൃദ്ധനെ ആരെങ്കിലും നിന്ദിച്ചാൽ ലം യമുത് ഹത്താ യബ്അസുല്ലാഹു അലൈഹി മൻ യുഹീനു ശൈബഹു ഇദാ ശാബ. ആരെങ്കിലും ഒരു വയോവൃദ്ധനെ അയാൾ പ്രായമായ ഒരാളല്ലേ എന്നതിന്റെ പേരിൽ നിന്ദിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്താൽ ഈ ഒരു മനുഷ്യൻ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവനെ കളിയാക്കാനും നിന്ദിക്കാനും റബ്ബ് വേറെ ആളുകളെ ഇവിടെ ദുനിയാവിൽ ഏർപ്പാട് ചെയ്യാതെ അവൻ മരിച്ചു പോവുകയില്ല എന്നൊക്കെ റിപ്പോർട്ടുകളിൽ നമ്മൾ കാണുമ്പോൾ പ്രിയമുള്ളവരെ, എത്രത്തോളം ഗൗരവമാണ് വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ പ്രായമുള്ളവർ, വയോവൃദ്ധന്മാർ, വൃദ്ധകൾ നമ്മുടെ അനുകമ്പയും ആദരവും ബഹുമാനവും അർഹിക്കുന്നവരാണെന്ന് തത്വത്തിൽ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അതിന്റെ പ്രഥമ സ്ഥാനത്ത് എണ്ണപ്പെടുന്നവർ നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ തന്നെയാണ്. അവരെ ബഹുമാനിക്കാതെ, അവരെ ആദരിക്കാതെ, അവരെ പരിഗണിക്കാതെ നാട്ടിലുള്ള വയോവൃദ്ധന്മാരെ ആദരിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ, പരിചരിക്കുന്നവരെന്ന പേരിന്റെ പിന്നാലെ പോകുന്ന സമൂഹത്തെയല്ല നമുക്കിന്ന് ആവശ്യം. സ്വന്തം വീട്ടിലുള്ള വയോവൃദ്ധരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്.